നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പോലീസ് വന്നിട്ട് എന്താ പരാതി കൊടുക്കാതിരുന്നത്? എനിക്കെതിരെ പരാതി കൊടുക്കാൻ മനസ്സ് വന്നില്ല അല്ലേ? മനസ്സിലഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് പണവും സ്വാധീനവും ഉണ്ടല്ലോ. അപ്പൊ പിന്നെ ഞാൻ പരാതി കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഓ അങ്ങനെ. സാർ, എന്റെ സ്കൂട്ടറിന്റെ കീതാ. എന്റെ ജോലി വൈകിയ ഈ പണിയും ഇല്ലാതാവും. സാറിന്റെ ആന്റി കൂടുതൽ ഹാപ്പി ആവും. ഇനിയിപ്പോ അതാണോ സാറിന്റെ ഉദ്ദേശമെന്ന് എനിക്കറിയില്ലല്ലോ. കൊള്ളാം. മർമ്മത്തിൽ തന്നെ കുത്തുന്ന വിദ്യ നല്ല വശമാണല്ലേ. കല്യാണത്തിന് താൻ വരണം. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. വരാം. പക്ഷേ ഞാൻ വരണ്ടെന്ന് പറഞ്ഞ വസുന്ധര ആന്റി തന്നെ എന്നെ കല്യാണത്തിന് ക്ഷണിക്കണം. എങ്കിലേ ഞാൻ വരൂ. സത്യം പറഞ്ഞ എന്നോട് ചെയ്ത തെറ്റിന് അവര് മാപ്പ് ചോദിക്കേണ്ടതാ. അമ്മ തന്നോട് മാപ്പ് ചോദിക്കണമെന്നാണോ? അവരുടെ പ്രായത്തെ മാനിച്ച് അവര് മാപ്പ് ചോദിക്കണമെന്ന് ഞാൻ വാശി പിടിക്കുന്നില്ല. എങ്കിലും പറഞ്ഞത് തെറ്റാണെന്ന് സമ്മതിച്ച് അവരെന്നെ കല്യാണത്തിന് ക്ഷണിക്കണം. പണവും സ്വാധീനവും ഇല്ലെങ്കിലും എനിക്ക് അഭിമാനം എന്നൊന്നുണ്ട് സർ. അത് ഞാൻ ആരുടെയും മുൻപിൽ അടിയറവ് വെച്ചിട്ടില്ല. കാണുന്നില്ലല്ലോ. എടാ, എനിക്ക് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. ആദ്യം നീ കഴിക്കാൻ എന്തെങ്കിലും പറ, അത് കഴിഞ്ഞ് സംസാരിക്കാം. ഒന്നും വേണ്ടടാ, നീ ഓർഡർ ചെയ്യുന്നത് ഞാൻ ഷെയർ ചെയ്തോളാം. എന്തു പറ്റി ശിവാനി? ആഹാരത്തോടുള്ള നിന്റെ ആക്രാന്തമൊക്കെ തീർന്നോ? ഇടം തമാശ കള. നീ ഒരു ബോളിവുഡ് മൂവിയുടെ കാര്യം പറഞ്ഞില്ലേ, അതൊന്നും എനിക്ക് ശരിയാക്കി തരണം. സംഗതി ഏറ്റിട്ടുണ്ട്. ആ ഡയറക്ടറെ നീ ഇന്ന് എന്നെ വിളിക്കണം. അതൊക്കെ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമാണോ? ഓൾറെഡി നിന്റെ ഫോട്ടോസും വീഡിയോസിന്റെ ലിങ്കും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അങ്ങോട്ട് വിളിച്ച് ചാൻസ് ചോദിച്ചാൽ വില പോവും ശിവാനി. അതൊന്നും ഇല്ല അമൽ. അല്ലെങ്കിൽ വേറൊരു സിനിമ എനിക്ക് നോക്കണം. അല്ലെങ്കിൽ ഞാൻ കല്യാണക്കുരുക്കിൽ പെട്ടുപോകും. നീ എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? ഗൗതമിന്റെ ഭാര്യയായി അയാളുടെ കാശ് കൊണ്ട് സിനിമ എടുത്ത് നായികയാവാൻ നടന്നവളല്ലേ നീ? അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അമൽ. ഞങ്ങൾ തമ്മിൽ ഒത്തുപോവില്ല. ഞങ്ങളുടെ ടേസ്റ്റ് ഒക്കെ ഓപ്പോസിറ്റ്. കൊള്ളാം, ഇവളെന്റെ വലയിൽ വീഴുന്നുണ്ട്. ഈ അവസരം മുതലെടുത്ത് ഇവളെ കുപ്പിയിലാക്കണം. ഹണിമൂണിന് പരദേവതാ ക്ഷേത്രത്തിൽ പോയി പൊങ്കാല ഇടാന്ന് പറയുന്ന ടീമായി ഗൗതം. അയാളുടെ പെറ്റമ്മ പാർവതി പോലെ എന്നെ വീട്ടിൽ തളച്ചിടാനാ ഉദ്ദേശം. നീ അത് സമ്മതിക്കായിരുന്നാ പോരെ? ഗൗതം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നീ മറ്റുള്ളവരെ എന്തിനു മേടിക്കണം? എടാ, ആ വീട്ടിൽ എല്ലാവരെക്കാളും പഴഞ്ചൻ അയാളാ. ഡാ, എന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഞാനൊരു വീഡിയോ ഇട്ടതിന്റെ പേരിൽ ഇനി കേൾക്കാൻ ചീത്ത വിളി ബാക്കിയില്ല. എല്ലാ അക്കൗണ്ടും ഡിലീറ്റ് ചെയ്യണമെന്ന ഈശ്വരമംഗലത്തെ വസുന്ധരാമ്മയുടെ കൽപ്പന. ഈ കല്യാണം നടന്ന അവരെന്നെ വല്ല ചേലയിലും പൊതിഞ്ഞു നിർത്തും. അങ്ങനെയൊക്കെ എനിക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. നിനക്ക് ചേരുന്നത് അൾട്രാ മോഡേൺ ഡ്രസ്സുകളാ. അതിന് പറ്റിയത് ബോളിവുഡും ഹോളിവുഡും ഒക്കെയാ. അതേടാ, ഈ നാട്ടില് ജനിച്ചതാണ് എന്റെ ശാപം. കല്യാണത്തിന് ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിനുള്ളിൽ UKC സാറിന്റെ പാൻ ഇന്ത്യ മൂവി സൈൻ ചെയ്യാൻ പറ്റുമെന്നാ എന്റെ സംശയം. നീ സാറിനെ ഒന്ന് വിളിക്ക്. നിന്റെ ഏതോ ഫ്രണ്ടിന്റെ ഫാമിലി ഫ്രണ്ട് അല്ലേ അദ്ദേഹം? അതെ, എന്റെ ഫ്രണ്ട് അവിനാഷ് വഴിയാ കണക്ഷൻ. ഞാൻ UKC സാറിനെ വിളിക്കാറുണ്ട്. എങ്കിൽ എനിക്ക് വേണ്ടി ഇപ്പൊ ഒന്ന് വിളിക്ക് പ്ലീസ്. ശരി, വിളിച്ചു നോക്കാം. സ്റ്റുഡിയോയിലോ മറ്റോ ആണെങ്കിൽ ഫോൺ സൈലന്റിലായിരിക്കും. അതാ പ്രശ്നം. നീ ഒന്ന് ട്രൈ ചെയ്യ്. അദ്ദേഹം ഫോൺ എടുക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ ഞാൻ വിളിച്ച UKC സാർ ഫോൺ എടുക്കാൻ ഞാൻ വല്ല ബോളിവുഡ് സൂപ്പർ സ്റ്റാറും ആയിരിക്കണം. ശരിയാക്കി തരാം ശിവാനി. ഈശ്വര ഭഗവാനെ, UKC സാർ ഒന്ന് ഫോൺ എടുക്കണേ. ഹലോ, എന്താ അമലെ? ഹലോ UKC സാർ, ഐ ആം അമൽ കോളിംഗ് ഫ്രം കേരള. I am close friend of Avinash Verma. Yeah, that Avinash. मैं ठीक हूँ. आप कैसा है UKC സാർ? എടാ, നിന്റെ ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ മതിയാക്ക്. അധികം പതപ്പിച്ച ഉഡായിപ്പാണെന്ന് അവൾക്ക് മനസ്സിലാവും. Sir, did you see the photos Avinash sent? That was my friend Shivani's photos. My close friend.
കണ്ടടാ, ശിവാനിയുടെ ഫോട്ടോസും വീഡിയോയും ലിങ്കും എല്ലാം കണ്ടു. നീ കാര്യത്തിലേക്ക് കിടക്കടാ. ഓ, യു സോ ദ വീഡിയോ ലിങ്ക് ഓൾസോ. ഗ്രേറ്റ് സാർ, ഗ്രേറ്റ്. എടാ, അവള് നിന്റെ വഴിയിൽ വന്നു കഴിഞ്ഞു. നിന്നെ ചതിച്ചവളെ ഇനി നിനക്കും ചതിക്കാം. ഓക്കെ സർ, പ്ലീസ് ഇൻഫോം ദി അപ്പോയിന്റ്മെന്റ് ഡേറ്റ്. വി വിൽ കം ടു മുംബൈ. ഓക്കെ സർ, ഓക്കെ. വെച്ചിട്ട് പോടേ. നിന്റെ ഫോട്ടോസും വീഡിയോസും UKC സാറിന് ഒരുപാട് ഇഷ്ടമായി. നേരിട്ടുള്ള കൂടിക്കാഴ്ചക്ക് ക്ഷണിച്ചിരിക്കുക. ഓ ഗ്രേറ്റ്. എന്റെ ആ വീഡിയോ കണ്ട് ഗൗതമന്റെ വീട്ടുകാരെ വഴക്ക് പറഞ്ഞപ്പോ അതിലൂടെ എനിക്ക് രക്ഷപ്പെടാനൊരു ചാൻസ് വന്നിരിക്കുന്നു. അതെ ശിവാനി, ഗോഡ് ഈസ് ഗ്രേറ്റ്. ഒരു വാതിൽ അടയുമ്പോ മറ്റൊരു വാതിൽ തുറക്കും. നിന്റെ ഡാൻസ് വീഡിയോ ഇടിവെട്ടായിരുന്നെന്നാ UKC സാർ പറഞ്ഞത്. നല്ലത് തിരിച്ചറിയാനേ കലാകാരന്മാർക്ക് പറ്റൂ അമൽ. യാതൊരു കലാബോധവും ഇല്ലാത്ത ഗൗതമും വീട്ടുകാരും അതിലില്ലാത്ത കുറ്റം കണ്ടുപിടിക്കും. വെരി ടോക്സിക് പീപ്പിൾ. നിനക്ക് ചാൻസ് കിട്ടുമ്പോ അവരെതിർക്കോന്നാ എന്റെ പേടി. എതിർത്ത ഗൗതമനെ കളഞ്ഞിട്ട് ഞാൻ എന്റെ പാട്ടിന് പോവും. എനിക്ക് വലുത് സിനിമ കരിയറാ. ഗൗതം ഈ ഇട്ടാവട്ടത്തിലെ കോടീശ്വരനായിരിക്കും, പക്ഷെ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറിന് അതിലും വലിയ കോടീശ്വരി ആവാൻ കഴിയും. അപ്പോ ആ കോടീശ്വരിക്ക് വരുന്ന പ്രപ്പോസൽ അതിലും വലുതായിരിക്കും. ഇനി എത്ര വലിയ കോടീശ്വരം വന്നാലും എന്റെ കഴിവുകൾ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും മാത്രം ചെയ്യുന്നൊരു ഹസ്ബൻഡ് മതി എനിക്ക്. മതി, അത് മതി. അല്ലാതെ ഈശ്വരമംഗലത്തെ കുഞ്ഞുങ്ങളെ പെറ്റുകൂട്ടുന്ന യന്ത്രമായി ജീവിച്ചിട്ട് എന്താ കാര്യം ശിവാനി? ശരി, UKC വിളിക്കട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ഓക്കെ ശിവാനി, എങ്കിൽ നമുക്ക് ഓരോ ഐസ്ക്രീം കഴിച്ചാലോ? വേണ്ടടാ, പോയിട്ട് ഇത്തിരി ധൃതിയുണ്ട്. നീ ഈവനിങ് വരെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. അതിന് വിഷമിക്കുന്നത് എന്തിനാ? UKC സാറിനെ കാണാൻ പോകുമ്പോ നമ്മൾ മുംബൈ വരെ ഒരുമിച്ചുണ്ടാവില്ലേ? നോക്കിക്കോ, ഈ കാര്യം നടന്ന ഞാൻ നിനക്കൊരു ഉഗ്രൻ ട്രീറ്റ് തരും. ഇതുവരെ നീ എൻജോയ് ചെയ്തിട്ടില്ലാത്തൊരു ട്രീറ്റ്. അപ്പൊ ശരി, കാണാം. ബൈ ബൈ. നീ എനിക്ക് ട്രീറ്റ് അല്ല, ഞാൻ നിനക്ക് 8ന്റെ പണിയാ തരാൻ പോകുന്നത്. കാത്തിരുന്നോ നീ? നടത്തം കഴിഞ്ഞു വന്നതല്ലേ, പോയി കുളിക്ക്. നിന്റെ മുഖം എന്താ വാടിയിരിക്കുന്നേ? എന്താ പ്രശ്നം? ഏട്ടന് ചായ വേണ്ടേ? ഇപ്പൊ വേണ്ട. അമ്മ എവിടെ? മുകളിലുണ്ട്. എന്തോ മീറ്റിങ്ങിന് പോവാൻ റെഡിയാവാ. ശരി, നീ പോക്കോ. അതെന്താ ഞാനിവിടെ നിന്ന കുഴപ്പം? പോയ ആമിനി, എനിക്ക് പാറുവിനോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. ഓ, വലിയൊരു സീക്രട്ടുകാരൻ. നിനക്കെന്തോ പറയാനുണ്ടെന്ന് ഞാൻ ഊഹിച്ചു. എന്താടാ മോനെ? പാറു പറഞ്ഞ പോലെ ഞാൻ നിധിയോട് സോറി പറഞ്ഞു. പക്ഷെ അവള് കല്യാണത്തിന് വരില്ലെന്ന് തന്നെ പറയുന്നേ. കല്യാണത്തിന് വരണ്ടെന്ന് ഞാൻ പറഞ്ഞത് അവൾക്ക് ഭയങ്കര ഫീലായി. എത്ര സോറി പറഞ്ഞിട്ടും ആ പരിഭവം മാറുന്നില്ല. ഈ വീട്ടിലെ മരുമകളായി വരുന്നത് നിധിയല്ല, ശിവാനിയാ. അവളെ മാത്രം നീ പരിഗണിച്ചാ മതി. നിധി അവളെ വഴിക്ക് വിട്ടേക്ക്.